ഹലോ കൂട്ടുകാരെ, ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു വെളുത്തുള്ളി അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അച്ചാർ ഇടാനുള്ള പാത്രം നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. നല്ലെണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. കുറച്ച് കൂടുതലായിട്ട് വേണം എണ്ണ ഒഴിച്ചു കൊടുക്കാൻ. ഞാനിവിടെ 1/4 കിലോ വെളുത്തുള്ളിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലതായി പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി പൊടിയായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ്. അതുപോലെ ഒരു 6 പച്ചമുളക് ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയൊക്കെ ഒന്ന് ചെറുതായി മൂത്ത് വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് തൊലി കളഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വലിയ വെളുത്തുള്ളിയാണ് ഇവിടെ കിട്ടുന്നത്, അതുകൊണ്ട് ഞാനത് 2ഉം 4ഉം ഒക്കെ ആയിട്ട് നുറുക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. വെളുത്തുള്ളി ഒരുപാട് നേരം ഇട്ട് വഴറ്റണ്ട. ഒന്ന് നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ വെളുത്തുള്ളി നല്ലതുപോലെ കുഴഞ്ഞു പോകും അച്ചാർ ഇട്ട് കഴിഞ്ഞാൽ. ഇപ്പോൾ ഇതാ വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ വഴറ്റാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. 3.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം എരിവ് വേണം നമ്മുടെ അച്ചാറിന്, അതുകൊണ്ട് തന്നെ ടേബിൾ സ്പൂണിലാണ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത്. 3.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 3/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയാണ്. ഉലുവ പൊടിച്ചിട്ട് നല്ലതുപോലെ ചേർത്ത് കൊടുക്കാം. ഉലുവ ഒരു ചട്ടിയിലിട്ട് ചൂടാക്കിയിട്ട് നല്ലതുപോലെ പൊടിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഇളക്കി ഈ മുളക് പൊടിയുടെയൊക്കെ ആ പച്ചമണം മാറി നല്ലതുപോലെ മൂത്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഇതിൽ ഉപ്പ് ഇട്ടിട്ടില്ല, അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ അതാ ഇവിടെ നല്ലതുപോലെ മുളക് പൊടിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട്. ഈ സമയം ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 1/3 കപ്പിൽ ചൊറുക്കി ഒഴിച്ചു കൊടുക്കണം നമുക്ക് വിനാഗിരി. അപ്പോൾ അതും കൂടി ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ചൊറുക്ക് ഒഴിക്കുക. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം ഉണങ്ങിയ ഏതെങ്കിലും ഗ്ലാസ് ജാറിലിട്ട് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഈ വെളുത്തുള്ളി അച്ചാർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം.